നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശു ഒറ്റപ്പെടുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 35 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യേശു അവരോട്, ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരും എങ്കിലിടറും. ഞാൻ ഇടയനെ വിട്ടും കൂട്ടത്തിലെ ആടുകൾ ചെതറിപ്പോകും എന്നെഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നതിന് ശേഷം നിങ്ങൾക്ക് മുമ്പായി ഗലീലയിലേക്ക് പോകും. അതിന് പത്രോസ്, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ഈ രാത്രിയിൽ കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പത്രോസ് അവനോട് പറഞ്ഞു. അതുപോലെ തന്നെ ശിഷ്യന്മാർ എല്ലാവരും പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു മനുഷ്യവർഗത്തെ രക്ഷിക്കുവാനാണ് വന്നത്. രക്ഷിക്കണമെങ്കിൽ മനുഷ്യൻ്റെ മുഴുവൻ ശാപവും ശിക്ഷയും താൻ ഏറ്റെടുക്കണം. എങ്കിലേ അത് ദൈവനീതിയാകുകയുള്ളൂ. ദൈവത്തിന് നിരുപാധികം മനുഷ്യനോട് ക്ഷമിക്കാൻ സാധിക്കുകയില്ല. ചില ആളുകൾ വിചാരിക്കുന്നത് ദൈവത്തിൻ്റെ മനുഷ്യാവതാരമായ യേശു ഭൂമിയിൽ വന്നത് എല്ലാവരോടും ക്ഷമിക്കാനാണ്. വ്യഭിചാരിയോടും മോഷ്ടാവിനോടും കള്ളന്മാരോടും കൊള്ളക്കാരോടും ഒക്കെ ക്ഷമിക്കാനാണ് വന്നത് എന്നൊരു ധാരണയുണ്ട്. കാരണം മുടിയനായ പുത്രനോട് ക്ഷമിച്ചല്ലോ. പ്രിയപ്പെട്ടവരെ, മുടിയനായ പുത്രൻ്റെ ഉപമയെന്നുള്ളത് നമ്മളാണ് ആ തലക്കെട്ട് അതിന് കൊടുത്തത്. വാസ്തവത്തിൽ അത് മുടിയനായ പുത്രൻ്റെ ഉപമയല്ല, സ്നേഹവാനായ പിതാവിൻ്റെ ഉപമയാണ്. വാസ്തവത്തിൽ അങ്ങനെയൊരു ഉപമ യഹൂദന്മാരുടെ പ്രമാണം അനുസരിച്ച് ശരിയല്ല. യഹൂദന്മാരുടെ പ്രമാണത്തിൽ ആവർത്തന പുസ്തകം 21-ാം അധ്യായത്തിലുള്ളത്, ഷടനും മത്സരിയും മദ്യപനും ദുർനടപ്പുകാരനുമായ ഒരു മകനുണ്ടെങ്കിൽ അവനെ പട്ടണത്തിലെ മൂപ്പന്മാരെ അറിയിച്ച് കല്ലെറിഞ്ഞ് കൊല്ലണം എന്നാണ്. ആ പ്രമാണം അനുസരിച്ച് വീട് വിട്ടുപോയി ദുർനടപ്പുകാരനായി ജീവിച്ച് മുതലെല്ലാം നാനാവിധമാക്കിയ ആ മനുഷ്യൻ, ആ പയ്യൻ, ഇളയവൻ തിരിച്ചു വന്നാൽ തീർച്ചയായിട്ടും മൂപ്പന്മാരെ അറിയിച്ച് എല്ലാവരെയും കൂട്ടി കല്ലെറിഞ്ഞ് കൊല്ലുകയാണ് വേണ്ടത്. പക്ഷേ യേശു പറഞ്ഞു, ആ ന്യായപ്രമാണത്തിലെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായ വേറൊരു പ്രമാണം ഉണ്ടാകാൻ പോകുന്നു. അതായത് ദൈവം ആളുകളെ അംഗീകരിക്കാനായിട്ട് പോകുന്നു. ആ മാർഗം ഒരുക്കാനാണ് യേശു വന്നത്. മുടിയനായ പുത്രൻ്റെ സ്ഥാനത്ത് യേശു നമുക്ക് പകരം ശിക്ഷിക്കപ്പെടുകയാണ്. അതിനാണ് യേശു വന്നത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ മനുഷ്യന് എന്തെല്ലാം ശാപവും ശിക്ഷയുമുണ്ടോ അതെല്ലാം യേശു ഏറ്റെടുക്കണം. ദൈവം മനുഷ്യന് നൽകിയിട്ടുള്ള ആ വിധി എന്നുള്ളത് പല സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. മനുഷ്യൻ ഏകനാകണം. നമുക്ക് ദൈവത്തോട് കൂട്ടായ്മ, ദൈവജനത്തോടും കൂട്ടായ്മ ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ മനുഷ്യാവതാരമായ യേശു ഏകനാകണം. നരകം ഇരുട്ടാണ്, യേശു ഇരുട്ടിലാകണം. നരകത്തിൽ ദാഹമാണ്, യേശു ദാഹം അനുഭവിക്കണം. നരകത്തിൽ വേദനയാണ്, യേശു വേദന അനുഭവിക്കണം. നരകത്തിൽ നിലവിളിയാണ്, യേശു നിലവിളി അനുഭവിക്കണം. യേശു ആരാലും ഒരു സഹായമില്ലാതെ അവൻ നിലവിളിക്കാൻ, പൊളയാൻ, വിഷമിക്കാൻ ഇടയായിത്തീരണം. കാരണം അതൊക്കെ മനുഷ്യനെ അനുഭവിക്കേണ്ടതാണ്. മനുഷ്യന് പകരം അതെല്ലാം യേശു അനുഭവിക്കണം. അപ്പോൾ യേശു ജനിക്കുന്നതിന് 500 വർഷങ്ങൾക്കപ്പുറത്ത് സഖരിയാവ് എന്ന പ്രവാചകൻ 13-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചെതറിപ്പോകേണ്ടതിന് ഞാൻ ഇടയനെ വിട്ടും. അവിടെ എഴുതിയിട്ടുള്ള ഇങ്ങനെയാണ്, വാളെ ഉണരുക, എൻ്റെ ഇടയൻ്റെ നേരെയും എൻ്റെ കൂട്ടാളിയായ പുരുഷൻ്റെ നേരെയും ഉണരുക, ആടുകൾ ചെതറിപ്പോകേണ്ടതിന് ഞാൻ ഇടയനെ വെട്ടും. കർത്താവായ യേശു 3.5 വർഷക്കാലം രാപകൽ ശിഷ്യന്മാരോടുകൂടെയാണ് ഗുരുശിഷ്യ ബന്ധം പുലർത്തി ഉണ്ടും ഉറങ്ങിയും അല്ലെങ്കിൽ ഉണ്ണാതെയും ഉറങ്ങാതെയും ഒക്കെ കഴിഞ്ഞത്. ആ യേശു പറയുകയാണ്, നിങ്ങളെല്ലാവരും എന്നെ വിട്ടുപോകും, ഞാൻ ഏകനാവും. ഒരിക്കൽ യേശു പറഞ്ഞിരുന്നു, നിങ്ങളെന്നെ വിട്ടുപോകും, പക്ഷേ ഞാൻ പിതാവിന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് പിതാവ് എന്നെ ഏകനായി വിട്ടിട്ടില്ല. പക്ഷേ യേശു പിന്നീട് പറഞ്ഞ, ആ നാഴികയും എനിക്ക് കടക്കണം, ആ പാനപാത്രവും ഞാൻ കുടിക്കണം,
ആ സ്നാനവും ഞാൻ ഏൽക്കണം. അതുകൊണ്ടാണ് ഗത്സമനയിൽ പ്രാർത്ഥിച്ചപ്പോൾ യേശു പറഞ്ഞത്, ഞാൻ കുടിച്ചല്ലാതെ അത് നീങ്ങിക്കൂടെങ്കിൽ ആ പാനപാത്രം ഞാൻ കുടിക്കാമെന്ന്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഏകാന്തത അനുഭവിക്കുകയായിരുന്നു. യേശുക്രിസ്തു എല്ലാവരാലും കൈവിടപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുകയായിരുന്നു. ഇത് പറഞ്ഞപ്പോൾ, അതായത് യേശു മരിക്കുമെന്നും യേശു നരക അനുഭവിക്കണമെന്നും ഒന്നും ശിഷ്യന്മാർക്കോ അല്ലെങ്കിൽ പത്രോസിനോ അറിഞ്ഞുകൂടായിരുന്നു. പത്രോസ് പറഞ്ഞു, ഞാൻ ഒരിക്കലും നിന്നെ വിട്ട് ഓടിപ്പോകുകയില്ല, നിനക്ക് വേണ്ടി മരിക്കാൻ ഞാൻ ഒരുങ്ങിയിരിക്കാം. അപ്പോൾ യേശു പറഞ്ഞു, ഈ രാത്രിയിൽ കോഴി 2 വട്ടം കൂവുന്നതിന് മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും. ചില ആളുകൾ പറയുന്നത് അത് യെരുശലേമിലെ സൈന്യത്തിൻ്റെ സൈറൻ മുഴങ്ങുന്ന കാര്യമാണ്. അതായത് സൈന്യം അവരുടെ ഡ്യൂട്ടി മാറുന്ന സമയത്ത് കാഹളം ധ്വനിപ്പിക്കുന്ന കാര്യമാണ്, അത് കോഴി കൂകുന്ന പോലെയുള്ള ശബ്ദമാണെന്നൊക്കെ ചിലർ പറയാറുണ്ട്. പക്ഷേ യെരുശലേമിൽ പിടക്കോഴികൾ ഉണ്ടായിരുന്നു. യേശു പറഞ്ഞു, യെരുശലേമേ യെരുശലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ തലയും കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുള്ളൂ എന്ന് എനിക്ക് എത്രയോ വട്ടം മനസ്സായിരുന്നു. അപ്പോൾ പിടക്കോഴി ഉണ്ടായിരുന്നു. അത് യഹൂദന്മാർക്ക് പരിചിതമാണ്, അല്ലെങ്കിൽ യെരുശലേമിലുള്ളവർക്ക് അത് പരിചിതമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പൂവൻകോഴിയും ഉണ്ടായിരിക്കുക സ്വാഭാവികമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാലത്ത് അത് പട്ടണ പരിഷ്കാരികളായതുകൊണ്ട് ഈ കാലത്ത് അവിടെ ഈ കോഴി വളർത്തൊന്നും വീടുകളിൽ കാണത്തില്ല. പക്ഷേ അക്കാലത്ത് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാം. അപ്പോൾ കോഴി 2 വട്ടം കൂവുന്നതിന് മുമ്പേ നീ 3 വട്ടം ഈ രാത്രിയിൽ എന്നെ തള്ളിപ്പറയും എന്നാണ് യേശു ഇവിടെ പറയാനിടയായത്. യേശുവിൻ്റെ ഉത്തമ ശിഷ്യനായ പത്രോസ് പോലും തന്നെ തള്ളിപ്പറയുമല്ലേ, തന്നെ വിട്ടുപോകും, തനിക്ക് തുണ നിൽക്കയില്ല, താൻ ഏകനായിരിക്കും എന്നാണ് യേശു പറയുവാൻ ഇടയായിത്തീർന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പിതാവായ ദൈവവുമായും ഒപ്പം ദൈവമക്കളുമായും കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നമ്മുടെ കർത്താവ് ഏകനായി യേശു സകല ശാപവും അനുഭവിക്കാനിടയായി തീർന്നു. അതാണ് നമ്മുടെ രക്ഷാമാർഗം. അതോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.